ശരി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. സർക്കിട്ടിന്റെ വിശേഷങ്ങൾ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ സംസാരിക്കാം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ പ്ലാൻ ചെയ്തത്. തിയേറ്റേഴ്സിൽ നല്ല റെസ്പോൺസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമ്മൾ TV തുറക്കുമ്പോഴും ന്യൂസിലൂടെയൊക്കെ കേൾക്കുന്ന കുറെ പ്രശ്നങ്ങൾ തിയേറ്ററുകളിൽ വന്ന ആളുകൾ സിനിമ കാണുന്നതിന് ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും അറിയാനും ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഇതൊരു അവസരമായി കണക്കാക്കണം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സിനിമയെപ്പറ്റി പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ സമയം നമുക്ക് സംസാരിക്കാം. ആരംഭിക്കാം. ആസിഫ് ഒരുപാട് റിവ്യൂസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ആസിഫ് അലി ഇവിടെ തുടരും എന്നുള്ളൊരു കമന്റ് ആണ്. ഇപ്പൊ ബാക്ക് ടു ബാക്ക് സക്സസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഒരു എക്സ്ട്രാ ഒരു പ്രഷറായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പം ഈ അവസരത്തിൽ? ഈ ഒരു അവസരത്തിൽ അതൊരു പ്രഷറായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എന്റെ സിനിമകൾ ആളുകൾ സംസാരിക്കുന്നതും സിനിമയ്ക്ക് നല്ല അഭിപ്രായം വരുന്നതും ഒക്കെ. അപ്പൊ അത് സംഭവിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഒരു പ്രഷറല്ല. പിന്നെ ഒരു ചലഞ്ചാണ് ഒരു പരിധി വരെ. ഇനി എപ്പോഴും ഈ മിനിമം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യണം, ആളുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു വിശ്വാസം പോവാതെ നോക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊരു ചലഞ്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള നടപ്പ് ആസിഫ് അലിയാണ്. അപ്പൊ ഈ റേറ്റിംഗിൽ ഇപ്പൊ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? അതായത് ഞാൻ ബോധപൂർവം ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതുവരെ ഇത്രയും നാൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നതും അതേ പ്രോസസ്സൊക്കെ തന്നെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഉള്ളത്. പക്ഷെ ഇത്രയും വർഷമായി ഇത്രയും സിനിമകൾ ചെയ്തതിന്റെ ഭാഗമായി ഞാൻ അറിയാതെ വന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാം ചിലപ്പം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെലക്ഷനിലും സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പൊ അത് നല്ല ഒരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഞാൻ ഈ തുടർ പരാജയങ്ങളുള്ള സമയത്ത് ഇതിനു വേണ്ടിയിട്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിന് പോവുകയോ ഒരു പുതിയതായ ഒരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. പ്രവാസത്തേക്ക് ജോലി തേടി പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആരെങ്കിലും റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു? ഈ മോശം കണക്ട് ഒരുപാട് പേരുണ്ട്. എനിക്കൊക്കെ അറിയാവുന്ന, ഇപ്പം എന്റെ കൂടെ സിനിമ അന്വേഷിച്ച് നടന്നവര്, എന്റെ സുഹൃത്തുക്കള്, കസിൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ UAE പോകുന്ന പല സമയത്തും അവിടെ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ പല ആളുകളും സംസാരിക്കുന്നതും ഈ വിഷമങ്ങളൊക്കെ മറന്ന് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതും, ഇപ്പൊ ഈവൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ വരുമ്പോ നാട്ടിൽ നിന്ന് വന്ന ഒരു പരിചയക്കാരന്റെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊന്നും അങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളവരോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഗൾഫുകാരന്റെ ആഡംബര ജീവിതം നയിക്കുന്നവരോ ഒന്നുമല്ല. അവരും ഇവിടെ സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാൾ മുകളിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പം തുടർച്ചയായി മോശം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്കുണ്ടായിരുന്ന അതേ വികാരത്തോട് ജീവിതത്തെ കാണുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ റെഫറൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റിൽ അമീറിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അമീറിന്റെ ഓരോ ഇമോഷൻസും, അമീറിന്റെ ഓരോ പ്രശ്നങ്ങളും, അമീറിന്റെ പൈസയ്ക്കുള്ള അത്യാവശ്യവും, ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനുമായ തമർ തന്ന റെഫറൻസ് തന്നെയാണ്. ഇപ്പം തമറിനെ അറിയാവുന്നവരും അല്ലെങ്കിൽ തമർ അനുഭവിച്ചിട്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ ഈ അമീറിന്റെ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ റെഫറൻസും ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു.